നമസ്കാരം. പത്തനംതിട്ട മീഡിയ സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പോപ്പുലറിൻ്റെ പാപ്പർ ഹർജി പത്തനംതിട്ട സബ് കോടതി ഇന്ന് പരിഗണിച്ചു. എല്ലാവരും പോപ്പുലറിൻ്റെ നിക്ഷേപ തട്ടിപ്പിനിരയായിട്ടുള്ള എല്ലാവരും തന്നെ വളരെ ആശങ്കയോടെയാണ് ഇന്ന് കാത്തിരുന്നത്. പത്തനംതിട്ട സബ് കോടതിയിൽ ഈ പാപ്പർ ഹർജി പരിഗണിക്കുമ്പോൾ ഇത് തള്ളുമോ അതോ ഇവിടെ നിലനിൽക്കുമോ എന്നുള്ള കാര്യത്തിൽ നിക്ഷേപകർക്കൊക്കെ തന്നെ വലിയ ആശങ്കകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നിരവധി ഫോൺ കോളുകൾ വരുന്നത് എന്തായി എന്നറിയാൻ വേണ്ടി. ആ ആകാംക്ഷ അതിന് വിരാമം കുറിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ ലൈവ് നിൽക്കുന്നത്. പ്രാരംഭവാദം പത്തനംതിട്ട സബ് കോടതിയിൽ നടന്നു. പോപ്പുലർ ഉടമകൾ റോയി ഉൾപ്പെടെയുള്ളവർ നൽകിയ പാപ്പർ ഹർജിയുടെ പ്രാരംഭവാദം പത്തനംതിട്ട സബ് കോടതിയിൽ ഇന്ന് 11:30 ശേഷം ആരംഭിച്ചു. 6ാമത്തെ കേസായിട്ടാണ് കേസ് വിളിച്ചിരുന്നത്. പ്രാരംഭവാദത്തിൽ വളരെയധികം പ്രത്യേകതകളുണ്ടായിരുന്നു. കാരണം 3 പേര് ശക്തമായിട്ടുള്ള വാദമുഖങ്ങളുമായിട്ട് കോടതിയെ അഭിമുഖീകരിച്ചു. പോപ്പുലറിൻ്റെ അഭിഭാഷകൻ തങ്ങൾ നൽകിയ പാപ്പർ ഹർജി പിൻവലിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടപ്പോൾ നിക്ഷേപകരിൽ കുറച്ച് പേരുടെ അഭിഭാഷകർ ഒരു കാരണവശാലും പാപ്പർ ഹർജി പിൻവലിക്കാൻ പാടില്ലെന്നും പത്തനംതിട്ട സബ് കോടതിയിൽ തന്നെ ഇത് സംബന്ധിച്ച വാദം നടക്കണമെന്നും ഒരു കൂട്ടം അഭിഭാഷകർ വാദിച്ചു. എന്നാൽ പോപ്പുലർ ഗ്രൂപ്പ് ഇൻവെസ്റ്റേഴ്സ് അസോസിയേഷന് വേണ്ടി PGIAക്ക് വേണ്ടി ഹാജരായ കൊച്ചിയിൽ നിന്നുള്ള അഭിഭാഷകർ പാപ്പർ ഹർജി കോടതി തള്ളണമെന്നും ആവശ്യപ്പെട്ടു. വ്യക്തമായിട്ടുള്ള ചില കാരണങ്ങളോടെയാണ് പാപ്പർ ഹർജി തള്ളണമെന്ന് PGIയുടെ ന്യൂട്ടൺസ് ലോയുടെ അഭിഭാഷകർ കോടതിയിൽ ആവശ്യപ്പെട്ടത്. അതായത് പാപ്പർ നിയമം 1955 പാപ്പർ നിയമം അനുസരിച്ച് ഈ ഹർജി തള്ളാം. ഹർജി നിലനിൽക്കില്ല. തന്നെയുമല്ല, അവർ മറ്റൊരു കാര്യം കൂടി ആവശ്യപ്പെട്ടിരുന്നു. ഈ പാപ്പർ ഹർജി കൊടുക്കുമ്പോൾ കോടതിക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന എന്തെങ്കിലും നടപടികൾ ഉണ്ടെങ്കിൽ വകുപ്പ് 55, അതായത് 1955 പാപ്പർ നിയമത്തിലെ 55-ാം വകുപ്പ് പ്രകാരം ഇവർക്കെതിരെ നടപടിയെടുക്കണമെന്നും 75-ാം വകുപ്പ് പ്രകാരം ഇവർക്കെതിരെ നടപടിയെടുക്കണമെന്നും ന്യൂട്ടൺസ് ലോയുടെ അഭിഭാഷകർ വാദിച്ചു. അപ്പോൾ 3 വാദമുഖങ്ങളാണ് പത്തനംതിട്ട സബ് കോടതിയിൽ ഇന്ന് അരങ്ങേറിയത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കൂടുതൽ തീരുമാനമെടുക്കാൻ ഇന്ന് കോടതിക്കും കഴിഞ്ഞിട്ടില്ല. 3 കാര്യങ്ങളാണ്. ഒരിക്കൽ കൂടി ഞങ്ങൾ പറയാം. പോപ്പുലറിന് വേണ്ടി ഹാജരായ അഭിഭാഷകർ തങ്ങൾ നൽകിയ പാപ്പർ ഹർജി പിൻവലിക്കാൻ അനുവദിക്കണമെന്ന് കോടതിയോട് ആവശ്യപ്പെട്ടു. എന്നാൽ ഒരു കാരണവശാലും പാപ്പർ ഹർജി പിൻവലിക്കാൻ കോടതി അനുവാദം കൊടുക്കരുതെന്ന് നിക്ഷേപകർക്ക് വേണ്ടി ഹാജരായ ഒരു വിഭാഗം അഭിഭാഷകർ വാദിച്ചു. കേസ് ഈ കോടതിയിൽ, പാപ്പർ ഹർജി ഈ കോടതിയിൽ തന്നെ പരിഗണിക്കണം, ഇത് മുമ്പോട്ട് പോകണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ പോപ്പുലർ ഗ്രൂപ്പ് PGIക്ക് വേണ്ടി ഹാജരായ പോപ്പുലർ ഗ്രൂപ്പ് ഇൻവെസ്റ്റേഴ്സ് അസോസിയേഷന് വേണ്ടി ഹാജരായ ന്യൂട്ടൺസ് ലോ അഭിഭാഷക ഗ്രൂപ്പ് മറ്റൊരു വാദമാണ് വെച്ചത്. 1955 പാപ്പർ നിയമം അനുസരിച്ച്, അതിൻ്റെ നിയമം അനുസരിച്ച് തന്നെ ഇത് കോടതി നിരുപാധികം ഈ ഹർജി തള്ളണം, പിൻവലിക്കാൻ അനുവാദം കൊടുക്കരുത്, കോടതി തള്ളണം. തന്നെയുമല്ല, 75-ാം വകുപ്പ് പ്രകാരം കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചതിന് അതിനുള്ള നടപടിക്രമങ്ങളുടെ ആരംഭിക്കണം, നിയമ നടപടികൾ കൂടി ആരംഭിക്കണമെന്നും ഈ ന്യൂട്ടൺസ് ലോയുടെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് രാജേഷ് കുമാർ കൊച്ചിയിൽ നിന്നെത്തി അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇനി പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണുള്ളത്. ഒരേ സമയം ഹൈക്കോടതിയിൽ പറയുക നിക്ഷേപകരുടെ പണം മടക്കി നൽകാമെന്ന് പറയുകയും ഇവിടെ പത്തനംതിട്ട സബ് കോടതിയിൽ ഹാജരാക്കിയ പാപ്പർ ഹർജിയിൽ കയ്യിൽ 5 പൈസ ഇല്ല, ഞങ്ങളെ പാപ്പരായിട്ട് പ്രഖ്യാപിക്കണമെന്നും പറഞ്ഞതിനകത്തെ വ്യത്യസ്തമായിട്ടുള്ള വാദമുഖങ്ങളും കോടതിയിൽ സബ്മിറ്റ് ചെയ്തിട്ടുള്ള രേഖകളും അടിസ്ഥാനമാക്കിയാണ് PGIക്ക് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് രാജേഷ് കുമാർ വാദിച്ചത്. ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരി തന്നെയാണ്. ഹൈക്കോടതിയിൽ പറയുന്നു ഞങ്ങൾ നിക്ഷേപകരുടെ പണം മടക്കി നൽകാം, കോടിക്കണക്കിന് ആയിരക്കണക്കിന് കോടികൾ മടക്കി നൽകാം. ഇവിടെ പത്തനംതിട്ട കോടതിയിൽ ഒപ്പം തന്നെ ഞങ്ങളുടെ കയ്യിൽ 5 പൈസ ഇല്ല, നയ പൈസ ഇല്ല, ഞങ്ങളെ പാപ്പരായിട്ട് പ്രഖ്യാപിക്കണം. ഇത് രണ്ടും തമ്മിൽ ബന്ധമില്ല, രണ്ടും പരസ്പര വിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ പത്തനംതിട്ട കോടതിയിൽ കൊടുത്ത പാപ്പർ ഹർജി നിരുപാധികം തള്ളുക മാത്രമല്ല, ഇവർക്കെതിരെ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചതിന് ശക്തമായിട്ടുള്ള നിയമ നടപടി, പാപ്പർ നിയമത്തിൻ്റെ 75-ാം വകുപ്പ് പ്രകാരം ശക്തമായിട്ടുള്ള നിയമ നടപടി കൂടി എടുക്കണമെന്നാണ് ന്യൂട്ടൺസ് ലോയുടെ അഭിഭാഷകർ പറഞ്ഞിരിക്കുന്നത്. എന്നാലും കോടതി ആകെ പ്രശ്നത്തിലായി. കാരണം 3 പേരും 3 വാദമുഖങ്ങൾ. ഏറെ നേരം ചെലവഴിച്ചെങ്കിലും കോടതിക്ക് തീരുമാനമെടുക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ
ഡിസംബർ 4 കേസ് കോടതി മാറ്റിവെച്ചിരിക്കുകയാണ്. അടുത്ത വാദത്തിന് വേണ്ടി ഡിസംബർ 4 പത്തനംതിട്ട സബ് കോടതിയിൽ പാപ്പർ ഹർജി സംബന്ധിച്ചുള്ള അടുത്ത വാദം നടക്കും. അന്നും ഇതുപോലെയാണ് എങ്കിൽ വീണ്ടും നീട്ടിവെക്കാം. ഇതാണ് ഇന്ന് പത്തനംതിട്ട കോടതിയിൽ സംഭവിച്ചത്. ഒപ്പം തന്നെ നാളെ കേരള ഹൈക്കോടതിയിൽ പോപ്പുലർ ഉടമകളുടെ ഒരു ജാമ്യ ഹർജി പരിഗണിക്കുകയാണ്. ജാമ്യ ഹർജി എന്ന് പറയാൻ പറ്റില്ല, ഒരു അപ്പീൽ പരിഗണിക്കുകയാണ്. ഞങ്ങൾ നേരത്തെ ലൈവിൽ പറഞ്ഞിരുന്നു, ഹൈക്കോടതിയിൽ ജാമ്യം വേണമെന്നും പറഞ്ഞ് അപേക്ഷിച്ചിരുന്നു. 60 ദിവസം, അതായത് റിമാൻഡിലായി 60 ദിവസം കഴിഞ്ഞാൽ സ്വാഭാവിക ജാമ്യം ലഭിക്കണം. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തരണമെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് തീരുമാനമെടുക്കാൻ കഴിയില്ല എന്നാണ് കോടതി പറഞ്ഞത്. കാരണം കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല, ഇതിനുവേണ്ടി സ്പെഷ്യൽ കോടതിയുണ്ട് എന്ന് പറയുമ്പോൾ 60 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെച്ച് ഇപ്പോൾ തരാൻ പറ്റില്ല എന്നുള്ള നിലപാടെടുത്തപ്പോൾ ഈ പോപ്പുലറിൻ്റെ അഭിഭാഷകർ നിയമം അങ്ങനെയാണ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഹൈക്കോടതി പറഞ്ഞത് ഇപ്പോൾ ഈ കോടതിയിൽ ഇത് തന്നെയാണ്, കക്ഷികൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇവിടുത്തെ ജാമ്യാപേക്ഷ പിൻവലിച്ചുകൊണ്ട് സ്പെഷ്യൽ കോടതി ആലപ്പുഴയിലെ കോടതിയിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അതനുസരിച്ച് പോപ്പുലർ റോയുടെ അഭിഭാഷകർ ആലപ്പുഴ കോടതിയിലെത്തിയിരുന്നു. അങ്ങനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ സ്പെഷ്യൽ കോടതിയിൽ കേസ് പരിഗണിച്ചപ്പോൾ പ്രോസിക്യൂഷനും ശക്തമായിട്ട് വാദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ 60 ദിവസം എന്നുള്ള സാധാരണ കാലാവധിയും കഴിഞ്ഞ് ബഡ്സ് ആക്ട് പ്രകാരം 90 ദിവസത്തെ കാലാവധി വേണമെന്ന് ആലപ്പുഴയിലെ കോടതി വിധിച്ചു. അതുകൊണ്ട് തന്നെ ആ കേസ് മാറ്റിവെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരു നിവൃത്തിയില്ലാതെ വന്നു. വീണ്ടും ഹൈക്കോടതി കൊച്ചിയിലേക്ക് തന്നെ പോയി. വീണ്ടും അടുത്ത ജാമ്യാപേക്ഷയുമായിട്ട് ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ ഹൈക്കോടതി പറഞ്ഞു ഒരിക്കലും ഇവിടുന്ന് ജാമ്യാപേക്ഷ പിൻവലിച്ചുകൊണ്ട് ആലപ്പുഴയിലെ സ്പെഷ്യൽ കോടതിയിലേക്ക് പോവുകയും വീണ്ടും ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ സ്വീകരിക്കാൻ പറ്റില്ല. ഹൈക്കോടതിയുടെ നടപടിയും തീരുമാനങ്ങളും അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് കക്ഷികൾക്ക് ആവശ്യമെങ്കിൽ ഒരു അപ്പീൽ കൊടുക്കാമെന്ന് പറഞ്ഞു. ഉടൻ തന്നെ ആ കാര്യത്തിൽ ഒരു അപ്പീൽ കൊടുത്തിരിക്കുകയാണ്. ആ അപ്പീലാണ് നാളെ പരിഗണിക്കുന്നത്. എന്തായാലും അത്ഭുതങ്ങൾ ഒന്നും സംഭവിക്കാൻ സാധ്യതയില്ലെന്നാണ് ഞങ്ങൾ കരുതുന്നത്. നാളെ ജാമ്യ ഹർജിയിൽ ഹൈക്കോടതിയുടെ മുമ്പിലുണ്ടായിരുന്ന ജാമ്യ ഹർജിയിൽ ഒരു അപ്പീലാണ് പരിഗണിക്കുന്നത്. അപ്പീലിലും എന്തായാലും ശക്തമായിട്ടുള്ള വാദമുഖങ്ങളും പ്രോസിക്യൂഷനും ഒക്കെ തന്നെ ശക്തമായിട്ട് ഉറപ്പിക്കും. എന്തായിരുന്നാലും ജാമ്യം കിട്ടി എന്ന് പറഞ്ഞാലും തുടർച്ചയായിട്ട് അറസ്റ്റിന് വേണ്ടി കാത്തു നിൽക്കുകയാണ് പോലീസ്. പല സ്ഥലങ്ങളിലുള്ള കഴിവുള്ള പോലീസ് ഉദ്യോഗസ്ഥർ തുടർച്ചയായിട്ട് അറസ്റ്റിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. അപ്പോൾ ഒന്നിനു പിറകെ ഒന്നായിട്ട് വീണ്ടും അറസ്റ്റുകൾ ഉണ്ടാകും. ജാമ്യം കിട്ടി എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അത് കടലാസിലേക്കാണ് ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്ന ആളിനെ പുറത്തിറങ്ങില്ലല്ലോ. കോടതിയിൽ നിന്ന് ജയിലിൽ നിന്ന് നടപടിക്രമങ്ങൾ പാലിക്കണം. ആ നടപടിക്രമങ്ങൾ പാലിക്കുന്നതിന് മുമ്പ് തന്നെ അടുത്ത അറസ്റ്റ് ജയിലിലെത്തിയുണ്ടാകും. ഫലത്തിൽ വീണ്ടും ജയിലിൽ തന്നെ. അതായത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ സാധിക്കില്ല എന്നാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ലഭിക്കുന്ന വിവരം. ഈ വിവരം ഇപ്പോഴല്ല, ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. 1300-ലധികം കേസുകൾ ഒന്നിനു പുറകെ ഒന്നായിട്ട്. ഒപ്പം വേറെ ഇഷ്ടം പോലെ കേസുകളുണ്ട്. ചെക്ക് കേസുകൾ, ക്രിമിനൽ കേസുകൾ, സിവിൽ കേസുകളൊക്കെ തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. കൺസ്യൂമറിലുണ്ട്. അപ്പം നിരവധി കേസുകളാണ് ഇവരെ കാത്തു നിൽക്കുന്നത്. ജാമ്യം കിട്ടി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ആശ്വസിക്കാൻ ഒരു വകയുമില്ല. ജാമ്യം കിട്ടി പുറത്തേക്ക് വരാൻ കഴിയില്ല എന്ന് ചുരുക്കം. ജാമ്യം കടലാസിൽ മാത്രമാണ് ജാമ്യം നൽകിയതായിട്ട് രേഖപ്പെടുത്തും. എന്നാൽ തുടർന്ന് അടുത്ത മിനിറ്റിൽ തന്നെ അടുത്ത ഏതെങ്കിലും ഒരു കേസിൽ അറസ്റ്റ് ഉണ്ടാകും. കാരണം 1300-ലധികം FIR കേസുകളാണ് കേരളത്തിൽ മാത്രം പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായി. ജാമ്യത്തിനൊക്കെ പോകാം, ഇവർക്ക് പറയാം ഇന്ന കേസിൽ ഞങ്ങൾക്ക് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു, അല്ലെ സ്പെഷ്യൽ കോടതി ജാമ്യം അനുവദിച്ചു എന്ന് പറയാം. മുമ്പോട്ടുള്ള കേസുകൾ പോകുമ്പോഴും ജാമ്യം നിഷേധിച്ചിട്ടില്ല, ഞങ്ങൾക്ക് ജാമ്യം നൽകി എന്ന് പറയാൻ വേണ്ടി ഒരു വാക്ക് അല്ലെ ഒരു നടപടിക്രമങ്ങൾ. അതിന് അപ്പുറത്തേക്ക് ഈ ജാമ്യം ലഭിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം തന്നെയില്ല. ഇപ്പോൾ അതുപോലെ തന്നെ കർണാടക ഹൈക്കോടതിയിലേക്ക് അവിടെയും നിക്ഷേപകർ വളരെ ശക്തമായിട്ട് തന്നെ ഹൈക്കോടതിയിലേക്ക് മൂവ് ചെയ്യുകയാണ്. അവിടെയും ഇത്തരം ഒരു തീരുമാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോപ്പുലറിൻ്റെ അഭിഭാഷകന് നെട്ടോട്ടം ഓടേണ്ടി വരും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതിയിൽ നിന്ന് കോടതിയിലേക്ക്, ഒരു സംസ്ഥാനത്തു നിന്നും അടുത്ത സംസ്ഥാനത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. തന്നെയുമല്ല പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടാൽ ഇങ്ങനെ ഈ ഫുട്ബോൾ കളിക്കുന്ന രീതിയിൽ, അതാണല്ലോ ഞങ്ങൾ നേരത്തെ പറഞ്ഞു, ഫുട്ബോൾ കളിക്കുന്ന രീതിയിൽ കേരളത്തിൽ നിന്ന് പത്തനംതിട്ടയിൽ നിന്ന് മലപ്പുറത്തേക്ക്, മലപ്പുറത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക്, തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തേക്ക്, കൊല്ലത്ത് നിന്ന് കോട്ടയത്തേക്ക്, കോട്ടയത്ത് നിന്ന് ഇടുക്കിയിലേക്ക്, ഇടുക്കിയിലും കഴിഞ്ഞിട്ട് വയനാട്ടിലേക്ക് പോകുന്നു, അതിനുശേഷം കാസർഗോഡേക്ക് പോകുന്നു, പിന്നെ ആയിരിക്കും ഈ പറഞ്ഞ കർണാടകത്തിലെ ബാംഗ്ലൂരിലൊക്കെ പോകുന്നത് അന്വേഷണത്തിന് വേണ്ടി. പിന്നെ മഹാരാഷ്ട്ര പോലീസും കൊണ്ടുപോകും. എന്തായാലും ഞങ്ങൾ ഇന്നാളെ പറഞ്ഞിട്ട് തന്നെ പറയട്ടെ, പോപ്പുലർ കുടുംബത്തിൻ്റെ കട്ടപ്പുകയാണ്.
രക്ഷപ്പെടാൻ പഴുതുകളില്ല. ഞങ്ങൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, എങ്ങനെയെങ്കിലും ഒത്തുതീർപ്പല്ലാതെ മറ്റൊരു മാർഗവുമില്ല. അവിടേക്ക് തന്നെ വരും. കാരണം വരച്ച വര അതാണ്. ഞങ്ങളല്ല വരച്ചത്, ഈശ്വരൻ, മുകളിൽ ഈശ്വരൻ വരച്ച വര അതാണ്. അവസാനം ഒരു ഒത്തുതീർപ്പ്. വളരെയധികം മാനസിക സമ്മർദ്ദങ്ങൾ. ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു, ഇപ്രാവശ്യത്തെ ക്രിസ്മസ് ന്യൂ ഇയർ ജയിലിലായിരിക്കണം. ജയിലിൽ ക്രിസ്മസ് ആഘോഷിക്കുക എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേക സുഖമുണ്ട്. അതുകൊണ്ട് ഇപ്രാവശ്യത്തെ പോപ്പുലറിൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളുടെ ഈ പറഞ്ഞ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങൾ ജയിലിലായിരിക്കും. അതിനുവേണ്ടിയാണ് നിക്ഷേപകർ പ്രാർത്ഥിക്കേണ്ടത്. കാരണം നിങ്ങളുടെ കണ്ണീരിന് വിലയുണ്ടാകണം. ആ വിലയുണ്ടാകും. കുരുക്കുകളിൽ നിന്ന് കുരുക്കുകളിലേക്ക്, വലിയ കുരുക്കുകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അയവില്ലാത്ത കുരുക്കുകൾ. ഏതൊരു കാര്യം ചെയ്താലും അതെല്ലാം ഒന്നല്ലേ മറ്റൊരു രീതിയിൽ വലിയൊരു കുരുക്കായിട്ട് പോപ്പുലർ പ്രതികളുടെ മേളിലേക്ക് വരുന്നൊരവസ്ഥയാണ്. അതുകൊണ്ടാണല്ലോ പാപ്പർ ഹർജി ഒന്നും അറിയാതെ ഓസ്ട്രേലിയയിൽ നിന്ന് ഹാജരാക്കാൻ മുൻകൂട്ടി നിശ്ചയിച്ച തിരക്കഥ പ്രകാരം തയ്യാറാക്കിയ പാപ്പർ ഹർജി ഇപ്പം പിൻവലിക്കാൻ നടക്കുക. എന്താ കഥ? പിൻവലിക്കാൻ പറ്റുമോ? പിൻവലിക്കാമെന്ന് പറഞ്ഞ് പോയപ്പോഴത്തേക്കും പിൻവലിക്കാനാണ്ട് ഒരുപറ്റ അഭിഭാഷകർ സമ്മതിക്കുന്നില്ല. ഒരു അഭിഭാഷകൻ പറയുന്നു അത് തള്ളണം, എന്നിട്ട് നിയമ നടപടി എടുക്കണം കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചിന്. എന്താ കഥ? ഇത് വല്ലതും അറിഞ്ഞിരുന്നു? ജാമ്യത്തിന് പോയി വളരെ നിസ്സാരമായിട്ട് ജാമ്യം കിട്ടുമെന്നാണ് ഇവർ ധരിച്ചിരുന്നത്. അതും തദൈവ. ഒരൊറ്റ FIRൽ കേരളത്തിലെ അല്ല പോപ്പുലറിൻ്റെ മുഴുവൻ കേസുകൾ ഒതുക്കാമെന്നും ധരിച്ചിരുന്നു. ചില ബുദ്ധി കേന്ദ്രങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. അതിന് സംസ്ഥാന സർക്കാരിനെ തന്നെ കയ്യിലെടുത്തു. കേരള പോലീസിൻ്റെ ഉന്നത വ്യക്തികളെ, ഉദ്യോഗസ്ഥരെ തന്നെ കയ്യിലെടുത്തു. എന്നിട്ട് ഉത്തരവ് ഇറക്കി. എന്നിട്ട് നടന്നു. ഇവിടെ ഹൈക്കോടതി പറഞ്ഞു ഓരോ പരാതിക്കും ഓരോ FIR ഇടണം. അവസാനം എന്തായി? ഒറ്റ FIR പറഞ്ഞെടുത്ത് 1300-ലധികം FIRകൾ ഇപ്പം വന്നു കഴിഞ്ഞു. എവിടെ? ഓരോന്ന് ചെയ്യുമ്പോഴും 1-9 കുരുക്കുകൾ മുറുകിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടുന്നില്ല, വിചാരണ കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടുന്നില്ല, നിക്ഷേപകരുടെ FIRകളുടെ എണ്ണം കൂടുന്നു. FIR ഇടാൻ മടിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ, CIക്കെതിരെ, അതായത് സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാർക്കെതിരെ കോടതി ഇലക്ഷൻ നടപടികളിലേക്ക് അഭിഭാഷകർ നീങ്ങുന്നു. ഇത് എവിടെ ചെല്ലും? ചെറിയ കെട്ടല്ല. എത്ര കെട്ടിക്കഴിഞ്ഞാലും ഇത് അഴിയാക്കുരുക്കാണ്. ആ അഴിയാക്കുരുക്ക് ഒന്നിനു പുറകെ ഒന്നായിട്ട് ഈ പ്രതികളുടെ മേലിലേക്ക് മുറുക്കുമ്പോൾ വെളിച്ചം കാണില്ല എന്നുള്ളൊരു സത്യം തന്നെയാണ്. അത് തുറന്ന് സമ്മതിച്ച് ഞങ്ങൾ പറയുകയാണ്. എന്നാൽ ഇപ്പോഴും ഇത് സമ്മതിക്കാത്തവർ കാണും. ചില അഭിഭാഷകരോ ചില പോലീസ് ഉദ്യോഗസ്ഥരോ അല്ലെ പോപ്പുലർ ചില മാനേജർമാരോ അല്ലെങ്കിൽ മറ്റില്ലരൊക്കെ തന്നെ കാണും ഇപ്പോഴും ഇത് സമ്മതിക്കാത്തവർ. സമ്മതിച്ചേ പറ്റൂ. കാലം ഇത് തെളിയിച്ചു തരും. അതാണല്ലോ ഓരോ ദിവസവും ഓരോ കുരുക്കും മുറുകുന്നതല്ലാതെ ഒരു ഇഞ്ച് പോലും ആ ഒരു മൈന്യൂട്ട് ഒരു പോർഷൻ പോലും ഇത് അഴിയുന്നില്ല. കുരുക്കിൽ നിന്ന് കുരുക്കിലേക്ക്, അഴിയാക്കുരുക്കിലേക്ക് പെട്ടുപോവുകയാണ്, വലിയ കുഴിയിലേക്ക്. കുഴിയിൽ വീണ ആനയുടെ കാര്യം തന്നെ കയറാൻ ശ്രമിക്കും തോറും കൂടുതൽ ആഴത്തിലേക്ക് തളർന്നു പോവുകയാണ്. ഇനിയെങ്കിലും പോപ്പുലറിൻ്റെ അഭിഭാഷകർ ഇത് കേൾക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം. ഞങ്ങൾ ഇതേ പറയുന്നുള്ളൂ. വെറുതെ ഏതായാലും പോയി ഉള്ള കാശൂടെ നിങ്ങൾ മേടിച്ചെടുക്കാതെ ദയവായിട്ട് നല്ല ഒരു ബുദ്ധി പറഞ്ഞു കൊടുക്കുക. എങ്ങനെങ്കിലും ഇതൊന്ന് കോംപ്രമൈസ് ആക്കുക. അതിനൊത്തിരി നടപടിക്രമങ്ങളുണ്ടല്ലോ നിയമപരമായിട്ടുള്ളത്, അതിനേക്ക് നീങ്ങുക. പിന്നെ നിങ്ങൾക്ക് തീർക്കാൻ ആഗ്രഹമില്ലെന്നറിയാം. കാരണം ആയിരക്കണക്കിന് കോടികൾ കയ്യിലുള്ള എന്ന് പറഞ്ഞാൽ നല്ലൊരു കാമധേനുവിനെയല്ലേ കിട്ടിയിരിക്കുന്നത്. ആവോളം കറക്കാം, ഇഷ്ടം പോലെ പാല് കുടിക്കാം. അപ്പോൾ പിന്നെ കാമധേനുവിനെ കൊന്നുകൊല വിളിക്കാനൊന്നും ആരും തയ്യാറാകില്ല. പാലൊഴുകിക്കൊണ്ടിരിക്കുകയല്ലേ, കോടികൾ ഒഴുകിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പം പിന്നെ അതേ ഉണ്ടാവും. അത് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ പിന്നെ തുറന്നു പറയുന്നുണ്ട്, എല്ലാവരും അത് തുറന്നു പറയില്ല. അതുകൊണ്ട് നിങ്ങളുടെ ജോലി അഭിഭാഷകരുടെ ജോലിയാണ്, ഇല്ലെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. പണം മേടിക്കണം. പക്ഷേ ഇതെത്ര നിങ്ങൾ ശ്രമിച്ചാലും പോപ്പുലർ റോയിയെ പുറത്തെത്തിക്കാനോ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താനോ നിങ്ങൾക്ക് കഴിയില്ല. അത് നിങ്ങൾക്കും അറിയാം, മിക്കവാറും വിവരമുള്ള മുഴുവൻ അഭിഭാഷകർക്കും അറിയാം. എന്നിട്ടും പോപ്പുലർ റോയിയോട് പറയുന്നത് ഇപ്പം രക്ഷപ്പെടുത്താം, ഇപ്പം നിങ്ങളെ വിടാം, നാളെ നിങ്ങളെ ഓസ്ട്രേലിയയിലേക്ക് വിടാം. റോയി കുടുംബവും അതൊക്കെ ഒരു സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക. വക്കീൽ പറഞ്ഞതല്ലേ, ഇനിയെങ്കിലും പ്രിയ വക്കീൽ സുഹൃത്തുക്കളെ, നിങ്ങൾ റോയ്ക്ക് ഇനിയെങ്കിലും സത്യം പറഞ്ഞു കൊടുക്കുക ചെവിയിലേക്ക്. നിങ്ങൾക്ക് കാണാൻ അവസരം കിട്ടുമല്ലോ. ജയിലിലേക്ക് പോയി നിങ്ങൾ കാണണം, കണ്ടിട്ട് പറയണം നമുക്കിതെങ്ങനെയെങ്കിലും തീർക്കാം. ശുഭപര്യവസായിട്ട് ഒരു ദിവസത്തെ നേരത്തെ തീരട്ടെ. വക്കീലന്മാരൊന്ന് പലരും ടെൻഷൻ വിട്ടൊന്ന് ഫ്രീ ആകട്ടെ. നിക്ഷേപകർ അവരൊന്ന് ദീർഘനിശ്വാസം വിടട്ടെ. കോടതിയെക്കുറിച്ച് ഇപ്പം തന്നെ കേട്ടില്ലേ, 3 വാദമുഖങ്ങൾ എങ്ങനെ ഉത്തരം പറയും?
നിയമത്തിൻ്റെ നൂലാമാലകൾ ചികഞ്ഞെടുത്തുകൊണ്ട് വിധി പറയേണ്ട അവസ്ഥയിലേക്ക് കോടതികളെത്തുകയാണ്. അത് ഹൈക്കോടതിയായി, 12 സബ് കോടതിയായി, സ്പെഷ്യൽ കോടതികളായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പം ഒരു ഒത്തുതീർപ്പ് വന്നു കഴിഞ്ഞാൽ കോടതിക്ക് ആശ്വാസം, വക്കീലന്മാർക്ക് ആശ്വാസം, നിക്ഷേപകർക്കും ആശ്വാസം. അതിലൊക്കെ ഉപരിയായിട്ട് ആശ്വാസം കിട്ടുന്നത് റോയിക്കും കുടുംബത്തിനുമാണ്. നിങ്ങൾക്ക് നല്ലൊരു ജീവിതമില്ലേ? ഇപ്പം തന്നെ അവിടെ ഇരിക്കുന്ന ഓസ്ട്രേലിയയിൽ ഇരിക്കുന്ന അമ്മച്ചിയെ പ്രതിയാക്കി. ഇനിയിപ്പം പൈനാടനെ പ്രതിയാക്കണമെന്നും പറഞ്ഞ് നിക്ഷേപകർ കൂട്ട നിലവിളിയാണ്. വാർത്തകൾ ഞങ്ങൾക്ക് തരാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി. അതായത് റോയിയുടെ ഏറ്റവും അടുത്ത ബന്ധുവും അളിയനുമായിട്ടുള്ള സഹോദരി ഭർത്താവായിട്ടുള്ള വർഗീസ് പൈനാടനെ പ്രതിയാക്കണം. ഒപ്പം നിക്ഷേപകരുടെ മറ്റൊരു പ്രധാന ആവശ്യമാണ്, 2 മരുമക്കളുണ്ടല്ലോ, ഒരു ഡോക്ടർ വില്ലിയും ഒരു മറ്റൊരാളും കൂടെ, ഡോക്ടറാണോ എന്ന് ഞങ്ങൾ അറിയില്ല, ഇവരെയും പ്രതിയാക്കണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പം നാളുകളിൽ വരുമ്പോൾ നല്ല കറ തീർന്ന നട്ടല് വളയ്ക്കാത്ത പോലീസ് ഉദ്യോഗസ്ഥർ വരുമ്പോൾ ഇതൊക്കെ പ്രതിപ്പട്ടികയിലേക്ക് കൂടുതൽ എണ്ണം കൂടും. ഒരു സംശയം വേണ്ട, 2 മരുമക്കൾ പ്രതികളാകും, ബാങ്കിങ് മാനേജർമാർ പലരും പ്രതികളാകും, അപ്പോൾ സോണൽ മാനേജർമാർ പലരും പ്രതികളാകും, അടുത്ത പോപ്പുലർ റോയിയുടെ അടുത്ത ബന്ധുക്കൾ പലരും പ്രതികളാകും, ഒപ്പം പോപ്പുലർ ഗ്രൂപ്പിൻ്റെ ഡയറക്ടേഴ്സ് നിരവധി പേരുണ്ട്, അവരും പ്രതികളാകും. ഇത് ഓരോ ദിവസവും ചെല്ലുന്തോറും പ്രതിപ്പട്ടികയിൽ എണ്ണം കൂടുകയാണ്, കുറയുന്നില്ല. കഴിഞ്ഞ ദിവസമാണ് കോന്നിയിൽ ഒരാളെ എഫ്ഐആർ ഇടാൻ ചെയ്യുന്നു, ഒരു നിക്ഷേപകൻ. എത്ര പറഞ്ഞാലും ആ പോലീസ് ഉദ്യോഗസ്ഥൻ സമ്മതിക്കുന്നില്ല പ്രതികളുടെ പേരെഴുതാൻ. അത് ഞങ്ങൾ എഴുതിക്കോളാം, ഇനിയും പ്രതിപ്പട്ടികയിലേക്ക് നിരവധി ആളുകൾ വരും, അതൊക്കെ ഞങ്ങൾ നോക്കി എഴുതിക്കോളാം. എന്താ സ്നേഹം റോയിയോട്. എന്നാൽ ഈ പോലീസ് ഉദ്യോഗസ്ഥരോട് ഞങ്ങൾ ഒന്ന് ചോദിക്കട്ടെ, പ്രധാനമായിട്ടും 5 പ്രതികളോ 6 പ്രതികളോ ഉണ്ട് ഇതിനകത്ത്. മുൻനിരയിൽ നിൽക്കുന്ന പോപ്പുലർ ഗ്രൂപ്പിൻ്റെ ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ളവർ 5-6 പ്രതികളുണ്ട്. അവരുടെ പേരെഴുതി ഇനി മുതലുള്ള പ്രതികൾ എന്ന് എഴുതിയാൽ എന്തെങ്കിലും കുഴപ്പം വരുമോ? കുഴപ്പം വരും പോപ്പുലർ റോയിക്ക്, അല്ലെ പ്രതികൾക്ക്. അതുകൊണ്ടല്ലേ നിക്ഷേപകർ എഫ്ഐആർ ഇടാൻ വരുമ്പോൾ പ്രതികളുടെ സ്ഥാനത്ത് ഒന്നും എഴുതണ്ട, അത് ഞങ്ങൾ എഴുതി ചേർത്തോളാം എന്ന് പറയുന്ന തലയിൽ തൊപ്പി വെച്ച സാറേ, നാണമുണ്ടോ നിങ്ങൾക്ക് പറയാൻ? ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് സർക്കാരിൻ്റെ ശമ്പളം മേടിക്കുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യേണ്ട നിങ്ങൾ പറയുകയാണ് പ്രതികളുടെ പേര് ഞങ്ങൾ എഴുതി വെച്ചോളാം. നിങ്ങൾക്ക് എന്ത് എഴുതാവല്ലോ, കോന്നി ചന്തയിൽ ചുമടെടുക്കുന്നവൻ്റെ പേരെഴുതി വെക്കാം, ഏതെങ്കിലും തോമാച്ചൻ്റെയോ അവറാച്ചൻ്റെയോ കല്യാണിയുടെയോ പേരെഴുതി വെച്ചാലും ഈ പരാതി കൊടുക്കുന്ന ആൾ അറിയുന്നില്ലല്ലോ. ഇത് ഞങ്ങൾ എഴുതി വെച്ചോളാം, ഞങ്ങളുടെ അവകാശമാണത്. തൊപ്പി തലയിലുണ്ടല്ലോ, ഞങ്ങളുടെ അവകാശമാണ്. പ്രതികൾ ആരെന്ന് തീരുമാനിച്ച് എഴുതാനുള്ള അവകാശം ഞങ്ങൾക്കാണ്. ലേശമെങ്കിലും ഉളുപ്പുണ്ടോ നിങ്ങൾക്ക്? ആയിരക്കണക്കിന് നിക്ഷേപകർ പണം കിട്ടാതെ വലഞ്ഞുകൊണ്ട് 10-12 പേര് മരിച്ചു കഴിഞ്ഞു. 2 പേരുടെ ആത്മഹത്യ ഉൾപ്പെടെ 10-12 പേര് മരിച്ചു കഴിഞ്ഞു. എന്നിട്ട് നിങ്ങൾ പറയുകയാണ് പ്രതികളെ നിങ്ങൾ തീരുമാനിച്ചോളാമെന്ന്. നിങ്ങളല്ല തീരുമാനിക്കേണ്ടത്. പോപ്പുലറിൻ്റെ പ്രതികൾ ആരെന്നൊക്കെ വ്യക്തമായിട്ട് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവരുടെ വെബ്സൈറ്റിൽ. പോപ്പുലർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ നിരവധി കടലാസ് കമ്പനികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കമ്പനികൾക്കൊക്കെ ഡയറക്ടേഴ്സ് ആരാണെന്നറിയാം, അത് നിങ്ങൾക്കും അറിയാം. പിന്നെ എന്തുകൊണ്ട് അവരുടെ പേര് നിങ്ങൾ സ്വയം രേഖപ്പെടുത്തുന്നില്ല? നിക്ഷേപകർ പറഞ്ഞിട്ടും എന്തുകൊണ്ട് നിങ്ങൾ പേര് രേഖപ്പെടുത്തുന്നില്ല? ഞങ്ങൾ പറഞ്ഞത് പത്തനംതിട്ട ജില്ലയിലെ കോന്നി പോലീസ് സ്റ്റേഷൻ നടന്ന സംഭവത്തെക്കുറിച്ചാണ്. അവിടുത്തെ CI വളരെ നല്ലൊരു ഉദ്യോഗസ്ഥനാണ്. CI അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ ദയവായിട്ട് ഞങ്ങൾക്ക് ഒരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. താഴെയുള്ള ചില പോലീസുകാരുണ്ട്, അവരോട് പറഞ്ഞ് മനസ്സിലാക്കണം. നിക്ഷേപകർ പറയുന്ന മൊഴി എഴുതിയെടുക്കാനാണ് അവരിയ്ക്കുന്നത്. അല്ലാതെ നിക്ഷേപകർ പറയുന്ന മൊഴി എഴുതുന്നതായിട്ട് നടിച്ചുകൊണ്ട് ഈ എഴുതുന്ന ആളിന് മനസ്സിൽ തോന്നുന്ന കാര്യം എഴുതി കോടതിയിലേക്ക് കൊടുക്കുന്നതല്ല നിങ്ങളുടെ ജോലി. നിങ്ങളിപ്പോഴും ഈ പറയുന്ന അപ്പുറത്താണ് നിൽക്കുന്നത്. നിങ്ങൾ വരണം, തിരിച്ചു വരണം. ആയിരക്കണക്കിന് നിക്ഷേപകരുടെ കണ്ണീരിൻ്റെ വിലയ്ക്ക് വേണ്ടി, അവർക്ക് പണം തിരിച്ചു കെട്ടാൻ വേണ്ടി നിങ്ങൾ തിരിച്ചു വരണം. നിങ്ങൾ വരുന്നില്ല. ഇപ്പോഴും ആർക്കൊക്കെയോ ചില വിധേയത്വങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ വ്യക്തമായിട്ട് പറയുന്നത്. കഴിഞ്ഞ ദിവസം കോന്നി പോലീസ് സ്റ്റേഷനിൽ വന്ന ഒരു നിക്ഷേപകനോട് പറഞ്ഞത്, നിങ്ങൾ പ്രതികളുടെ പേരൊന്നും പറയേണ്ട, അതൊക്കെ ഞങ്ങൾക്കറിയാം എഴുതാൻ. നിങ്ങൾക്കറിയാം എങ്കിൽ എത്ര നാളായി അറസ്റ്റ് വൈകിയത്? ഇപ്പോഴും എന്തുകൊണ്ട് പ്രതിപ്പട്ടികയിലേക്ക് ഇനിയും നിരവധി ആളുകളുണ്ട്, എന്തുകൊണ്ട് പ്രതിപ്പട്ടികയിലേക്ക് അവരെ കയറ്റുന്നില്ല? റോയിയും ഭാര്യയും 3 പെൺമക്കളും മാത്രമല്ല,
2 മരുമക്കളുണ്ട്. കമ്പനിയുടെ ഡയറക്ടേഴ്സായിട്ട് നിരവധി ആളുകളുണ്ട്. സോണൽ മാനേജർമാരും ഉണ്ട്. അമ്മച്ചിക്കെതിരെ എന്തെങ്കിലും ഒരു വാറണ്ട് പുറപ്പെടുവിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ? സമ്മതിക്കുന്നു, കഴിഞ്ഞ ദിവസം കോന്നി പോലീസ് സ്റ്റേഷനാണ് അമ്മച്ചിക്കെതിരെ നടപടിയെടുത്തത്. അതൊരു പക്ഷേ CI പറഞ്ഞിട്ടായിരിക്കാം. പക്ഷേ CI അറിയാത്ത ഒരു കാര്യമാണ് ഞങ്ങൾ പറഞ്ഞത്. താഴെ തട്ടിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ മൊഴി കൊടുക്കാൻ വരുന്നവരോട് അപമര്യാദയായിട്ട് പെരുമാറുക. ഇനിയെങ്കിലും നിർത്തരുത് സാറുമാരേത്. കേരള പോലീസിന് അപമാനമായിട്ടുള്ള ഈ നടപടി ഇനിയെങ്കിലും നിർത്തിക്കൂടെ നിങ്ങൾക്ക്? ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് വന്നിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കേരള പോലീസിനെയും സംസ്ഥാന സർക്കാരിനെയും